കൂടോത്രത്തിനും കൈവിഷത്തിനും ശരിക്കും ശക്തിയുണ്ടോ? ഈ ചോദ്യം പലരും പങ്കുവയ്ക്കുന്നു. ആർക്കും കൃത്യമായ വിവരമൊന്നുമില്ല. KPCC പ്രസിഡന്റ് കെ സുധാകരൻ്റെ വീട്ടിൽ നിന്ന് കൂടോത്രത്തിന് ഉപയോഗിക്കുന്ന ചില വസ്തുക്കൾ കണ്ടെടുത്തതാണ് ഈ ചോദ്യത്തിന് അടിസ്ഥാനം. വീട്ടുവളപ്പിൽ നിന്ന് ഇവ കുഴിച്ചെടുക്കുന്നതിൻ്റെ വീഡിയോ ചാനലുകൾ ഇടതടവില്ലാതെ കാണിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം മറ്റ് ചില കോൺഗ്രസ് നേതാക്കളുടെ വീട്ടിലും ഓഫീസിലുമൊക്കെ കൂടോത്ര വസ്തുക്കൾ കണ്ടെത്തിയെന്ന വാർത്തകളും പുറത്തു വന്നു. പരിഷ്കൃത ലോകത്ത് ഇപ്പോഴും ഇത്തരത്തിലുള്ള വിശ്വാസമോ എന്ന് പുച്ഛിച്ച് തള്ളിയവർ നിരവധിയാണ്. എന്നാൽ ഇതിനെ അങ്ങനെ തള്ളേണ്ടെന്നും കൂടോത്രത്തിലും മന്ത്രവാദത്തിലും ചില കാര്യങ്ങൾ ഉണ്ടെന്നുമാണ് മറ്റു ചിലർ പറയുന്നത്. ഇതിലേതാണ് സത്യമെന്ന് വ്യക്തമല്ലെങ്കിലും രണ്ടാമത്തെ പക്ഷക്കാർക്കാണ് ഭൂരിപക്ഷം. തങ്ങളുടെ വിശ്വാസം സാധൂകരിക്കാനായി അവർ ചില അനുഭവങ്ങളും നിരത്തുന്നു. തന്നിൽ ദുർമന്ത്രവാദം നടത്താനും ആർത്തവരക്തം കലർന്ന ഭക്ഷണം കഴിപ്പിക്കാൻ ശ്രമിച്ചെന്നും നടി കങ്കണ റണാവത്തിനെക്കുറിച്ച് അവരുടെ മുൻ കാമുകൻ വെളിപ്പെടുത്തിയത് വൻ വിവാദമായിരുന്നു. സിനിമാ ലോകത്തെ പിടിച്ച് കുലുക്കിയിരുന്നു. നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കേരളത്തിൽ മന്ത്രവാദം ഉപയോഗിച്ചിരുന്നത്. കുടുംബാംഗങ്ങളെയോ കുടുംബത്തെയോ മുഴുവനായോ ബാധിച്ച പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടാനും സമ്പത്തും കീർത്തിയും ആയുസ്സുമൊക്കെ കിട്ടാനുമാണ് പണ്ടൊക്കെ കൂടുതലും മന്ത്രവാദം ചെയ്തിരുന്നു എന്നാണ് ചിലർ ചൂണ്ടിക്കാട്ടിയത്. ഇതിനൊപ്പം കൂടോത്രവും പതിയെ വളർന്നു. പണ്ടുകാലത്ത് രാജാക്കന്മാർ തങ്ങളുടെ ശത്രുക്കളെ നിർമ്മാർജ്ജനം ചെയ്യാൻ ചില മന്ത്രവാദികളെ ഉപയോഗിച്ചിരുന്നു അത്രേ. ശത്രുക്കളുടെ ജീവനും സ്വത്തിനും നാശമുണ്ടാക്കിയാണ് ഇത് സാധിച്ചതെന്നാണ് ചരിത്രങ്ങൾ പറയുന്നത്. ദൈവം ഒരിക്കലും ഇത്തരം പ്രവൃത്തികൾക്ക് കൂട്ടുനിൽക്കാത്തതിനാൽ പിശാചിനെ കൂട്ടുപിടിച്ചാണ് ഇവർ ശത്രുക്കൾക്ക് ദോഷം ഉണ്ടാക്കിയിരുന്നതെന്നും വിശ്വസിക്കുന്നു. അങ്ങനെയുള്ളവരെയാണ് ദുർമന്ത്രവാദികളെന്ന് പറയുന്നത്. പേ പിടിച്ച നായയെക്കൊണ്ടും പാമ്പിനെ കൊണ്ടും കടിപ്പിക്കുക, ഭ്രാന്ത് പിടിപ്പിക്കുക, രക്തം ഛർദ്ദിപ്പിക്കുക, ശ്വാസം മുട്ടിച്ച് കൊല്ലുക, വസൂരി പിടിപ്പിക്കുക, കല്യാണം മുടക്കുക തുടങ്ങിയവയൊക്കെ ദുർമന്ത്രവാദികളുടെ ചെയ്തികളാണെന്നാണ് പലരും പറയുന്നത്. കോഴിത്തലയും പൂച്ചത്തലയും ഒക്കെയാണ് ഇവർ പലപ്പോഴും ആയുധമാക്കുന്നത് അത്രേ. മനുഷ്യാതീതമായ ശക്തിയെ വിളിച്ചു വരുത്തി അതിനെ മറ്റൊരു വസ്തുവിലേക്ക് ആവാഹിച്ചാണ് ദുർമന്ത്രവാദം നടത്തുന്നതെന്നാണ് ഒരു ജ്യോത്സ്യൻ പറഞ്ഞത്. ആവാഹിക്കപ്പെടുന്ന വസ്തുവിൽ ദൈവത്തിനെതിരായ ചില ചിഹ്നങ്ങൾ വരച്ചു ചേർക്കുന്നു. അതിനുശേഷമാണ് ശക്തിയെ വിളിച്ചു വരുത്തി ആവാഹിക്കുന്നത് അത്രേ. എത്ര വിശുദ്ധമായ വസ്തുവായിരുന്നാലും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അത് വിശുദ്ധ വസ്തുവല്ലാതായിത്തീരും. പാപകർമ്മങ്ങളിലൂടെ മണ്ണും അതിലുള്ള വസ്തുക്കളും അശുദ്ധമായെന്ന വിശ്വാസം മൂലമാണ് വീടുകളും സ്ഥാപനങ്ങളുമൊക്കെ ഉപയോഗിക്കുന്നതിന് മുൻപ് പൂജിക്കുന്നതെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ദൈവസാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ ഇത്തരം മന്ത്രപ്രയോഗങ്ങൾ ഏൽക്കില്ല. പാപങ്ങൾ നിറഞ്ഞ സ്ഥലത്ത് ഉപയോഗിച്ചതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഇരിപ്പിടമായ ആരാധനാലയങ്ങളിൽ ചെരുപ്പിന് സ്ഥാനമില്ലാത്തതെന്നും ചില ആചാര്യന്മാർ പറയുന്നു. കൈവിഷം എന്ന വാക്ക് കേൾക്കാത്തവർ ആരും തന്നെ ഉണ്ടാകില്ല. വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ മകനോ മകളോ കല്യാണം കഴിച്ചാൽ ബന്ധുക്കൾ പറയുന്ന ഒരു പ്രയോഗമുണ്ട്, അവൾ അല്ലെങ്കിൽ അവൻ കൈവിഷം കൊടുത്തതാണെന്ന്. ദുഷ്ടശക്തിയെ ഭക്ഷണത്തിലേക്ക് ആവാഹിച്ച് ഒരു വ്യക്തിക്ക് നൽകുന്നതിനെയാണ് കൈവിഷം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വശീകരണമോ നാശമോ ആയിരിക്കും ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. വശ്യം, ലാഭം, അടിമപ്പെടുത്തൽ തുടങ്ങിയവയൊക്കെ കൈവിഷപ്രയോഗം പൊതുവെ നടത്തപ്പെടുന്നുണ്ട്. ദുഷ്ടശക്തികൾ കയറിയ ഭക്ഷ്യവസ്തുക്കൾ സൂത്രത്തിലാവും ലക്ഷ്യമിട്ടയാൾക്ക് ഭക്ഷിക്കാൻ നൽകുന്നത്. ഇങ്ങനെ നൽകുന്ന വസ്തു ദഹിക്കാതെ ഇരയുടെ വയറ്റിൽ കിടക്കുമെന്നും അക്കാലം അത്രയും ശത്രു ലക്ഷ്യം വെച്ച കാര്യങ്ങളെല്ലാം നടത്താനാവുമെന്നുമാണ് വിശ്വാസം. കൈവിഷം തീണ്ടിയെന്ന് മനസ്സിലായാൽ ആ വ്യക്തിയെ ബന്ധുക്കൾ കൈവിഷം ഒഴിപ്പിക്കുന്നതിന് വിധേയമാക്കും. ഉള്ളിലുള്ള വിഷം ഛർദ്ദിച്ച് കളയുകയാണ് പൊതുവെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താൽ എല്ലാ പ്രശ്നങ്ങളും ഒഴിയുമെന്നാണ് വിശ്വാസം. ദുർമന്ത്രവാദത്തിലൂടെ ഒരു വ്യക്തിയിൽ സന്നിവേശിക്കപ്പെട്ട ദുഷ്ടശക്തികളെ മുട്ടയിലും തേങ്ങയിലും മറ്റും ആവാഹിച്ച ശേഷം ആ മുട്ടയും തേങ്ങയും ഒക്കെ എറിഞ്ഞോ കതിനാവെടിയുടെ സഹായത്തോടെയോ പൊട്ടിച്ച് തരിപ്പണമാക്കുകയോ ചെയ്യുന്ന രീതിയും ചിലയിടങ്ങളിലുണ്ട്. ഇതൊക്കെ ചില സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചുരുക്കം ചില ആളുകളും ഇതിൻ്റെ പിന്നാലെ പോകാറുണ്ട്. അന്ധവിശ്വാസങ്ങളല്ലാതെ മറ്റെന്തു പറയാൻ. ശാസ്ത്രം വളർന്ന ഈ യുഗത്തിലും ഇതൊക്കെ വിശ്വസിക്കുന്നവരുണ്ടല്ലോ എന്നോർക്കുമ്പോഴാ സങ്കടം.